Hello friends, everyone. Motorsphere Automotive Care മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മോമോ സ്റ്റിയറിംഗ് നമ്മുടെ കാറിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അതിനായിട്ട് എങ്ങനെയാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ടൂൾസ് ആണ് ആവശ്യം, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ മാക്സിമം ഈ ഒരു വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ അതിനുമുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ, അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. ഏവർക്കും മോട്ടോസ്പീർ ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരുതി ഒറിജിനൽ സ്റ്റിയറിംഗ് വീൽ, അതായത് നമ്മുടെ കമ്പനിയിൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വീലെന്ന് പറയുന്നത്. നമ്മുടെ രണ്ടാമത്തെ മോമോയുടെ സ്റ്റിയറിംഗ് വീലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സൈസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല ചെറിയ സൈസാണ്, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ കമ്പനി സ്റ്റിയറിംഗ് വീലിനെക്കാട്ടും കുറച്ച് സൈസ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് വാഹനം ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സ്റ്റിയറിംഗ് വീല് ചെറുതാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീല് ഇഷ്ടമാണെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വെക്കണ്ട. സോ ഈ ഒരു സ്റ്റിയറിംഗ് വീല് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വീലിനെക്കാട്ടി കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ വേറെ എന്തോ മെറ്റീരിയലാണ്. അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് കാസ്റ്റ് ചെയ്യണം പോലത്തെ അങ്ങനെ ഒരു മെറ്റീരിയലാണ്, ഈ ഒരു അലുമിനിയം പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൽ മില്ലിങ്ങിന് ഈ ഒരു ഹബ്ബായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീലിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീലൊന്ന് അഴിച്ചെടുക്കാം, ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് അഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അഴിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു ഹോണിൻ്റെ ഈ ഒരു പാഡ് അഴിക്കണം. അത് ഇതുപോലെ ഹോൺ പാഡ് അഴിക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ നട്ടാണ്. ഇതൊരു 18 mm ഒരു നട്ടാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതുപോലെ സ്റ്റിയറിംഗ് വീൽ അഴിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ബോക്സും ഒരു റാഡ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈസിയായിട്ട് അഴിക്കാൻ സാധിക്കും. സോ ഇതാണ് അതിൻ്റെ നട്ടെന്ന് പറയുന്നത്. നമുക്ക് അടുത്ത് ചെയ്യേണ്ട ഈ സ്റ്റിയറിംഗ് വീൽ തട്ടാകുമ്പോൾ ഈസിയായിട്ട് സ്റ്റിയറിംഗ് വീൽ അഴിക്കാൻ സാധിക്കും. ഇതുപോലെ സ്റ്റിയറിംഗ് വീൽ അഴിച്ചെടുക്കാം. എന്നിട്ട് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹബ്ബില്ലേ, ഈ ഒരു ഹബ്ബ് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കറക്റ്റ് മില്ലിങ്ങിന് മാച്ച് ആയിരിക്കും. മില്ലിങ് കറക്റ്റ് അതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ഹബ്ബ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കണം. ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു നട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന നട്ടെന്ന് പറയുന്നത്. ആ നട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഫുൾ ടൈറ്റ് ചെയ്യാം. നമുക്ക് ഇത് ചെറിയ ലൂസ് ഉണ്ടെങ്കിൽ പോലും ഈ മില്ലിങ് കട്ടായി പോകും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫുൾ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഏകദേശം ഫുൾ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത് സോ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ബോൾട്ട് എല്ലാം അഴിച്ചിട്ടുണ്ട്. ഈ ഒരു അലാങ്കി ബോൾട്ട് എല്ലാം അഴിച്ചു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. സോ നമ്മൾ ആ ഒരു അലാങ്കി ബോൾട്ടെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൺ പാഡിൻ്റെ ഈ ഒരു ഹോണിൻ്റെ ഇത് നമുക്ക് ഇതിൽ കറക്റ്റ് കണക്ഷൻ കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഹോണൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹോൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒറ്റ കണക്ഷൻ കൊടുത്താൽ മതി, സിംഗിൾ കണക്ഷനായിട്ട് കൊടുത്താൽ മതി. അടുത്ത് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഹോള് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഹബിലായിട്ട് ഇതുപോലെ വയ്ക്കാം. ഈ ബോൾട്ടാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇത് ഫിറ്റ് ചെയ്യാം.
സോ ഇതാണ് നമ്മുടെ മോമോയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ, അതായത് നമ്മുടെ സെന്നിലുള്ള സ്റ്റിയറിംഗ് വീലാണിത്. ഇത് കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റിയറിംഗ് വീലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി കംഫർട്ടായിരിക്കും നമ്മുടെ ഒറിജിനൽ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ മോമോയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് നമുക്ക് തിരിക്കാനും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഹോണിൻ്റെ നടുക്ക് സ്വിച്ചുണ്ട്, ഹോണിൻ്റെ സ്വിച്ചുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ബ്ലൂ കളറിൽ അത്യാവശ്യം നല്ല ഈ വാഹനത്തിനൊരു ബ്ലൂ കളറായതുകൊണ്ട് അത്യാവശ്യം മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഒരു ബ്ലൂ ആണിത്. അപ്പോൾ വലിയ പിന്നെയെന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ഈ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി ഒരു റബ്ബർ ഈ ഒരു ബൂട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൂട്ടും കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്ന ആ ഒരു ഇത് ഭംഗി കാണാനും അതുപോലെ തന്നെ ഇത് കുറച്ച് ആൾട്രേഷൻ വർക്കിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അത്രയ്ക്കും ഒരു എന്ത് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ഉണ്ടെന്ന്, ബലമുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഒരു സ്റ്റിയറിംഗ് വീലിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഫുൾ ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മുടെ കമ്പനി സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് യൂസ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ളത്. പക്ഷേ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കാണാൻ ഒരു ലുക്കുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മുടെ വാഹനത്തിൽ ഒരു ആൾട്രേഷൻ ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ, നമുക്ക് അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന ഒരു വാഹനമാണെങ്കിൽ തീർച്ചയായും ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റീരിയർ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഫിറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട് നമ്മുടെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സോ നമ്മുടെ ഈ ഒരു കാറിലാണെങ്കിൽ ഈ മോമോയുടെ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഫിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3000-ഓളമാണ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമുക്ക് യൂസ് ചെയ്തപ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കുറച്ച് ഒതുങ്ങിയ സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാൻഡ്ലിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഒരു കമ്പനി സ്റ്റിയറിംഗ് വീൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാൻഡ്ലിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 3000-ഓളമാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നെഗറ്റീവിലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങളുടെ വാഹന സംബന്ധമായ സംശയങ്ങളും കാര്യങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളെന്ന് എടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.